ഊരി കാണിച്ചു കൊടുക്കുക എന്ന് പറയാൻ അതൊരിക്കലും പോസിബിൾ അല്ല. രണ്ടാമത് ഞാൻ ഓൾറെഡി ആ സമയങ്ങളിൽ ഞാൻ വേറെ ഇരുന്നത് ബട്ടൺസ് ടൈപ്പ് ഉള്ള മാക്സി ആയിരുന്നു. അത് ഓപ്പൺ ടൈപ്പ് മാക്സികളാണ്. കാരണം അതാണ് എനിക്ക് ഇടാനും സുഖം, ഊരാനും സുഖം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തുള്ളത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം. ജാസി ഉണ്ട് ഈ സംസാരിക്കുന്ന കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇതേ കണക്ക് ഉണ്ടെങ്കിൽ വെള്ള പൂശാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇതേ കണക്ക് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേരുണ്ട് ഈ ജാസിക്ക് എതിരെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഇവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഈ ഒരു കേസിൽ മാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ നാളായിട്ട് അങ്ങനെ തന്നെയാണ്. ഒരുപാട് ഇതേണത്തുള്ള സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഈ ആദ്യമേ ഉണ്ടെങ്കിൽ ഇതേണക്ക് താൻ ഗർഭിണിയാണെന്നും പറഞ്ഞായിരുന്നു ഭയങ്കരമായിട്ട് അഭിനയം വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ നടക്കുന്നുള്ളൂ. അതെടുത്തിട്ടിട്ട് ഇതേണക്ക് ഒരുപാട് പേര് പറഞ്ഞു ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോ ആയിരുന്നു. അത് കണ്ടവർക്കെല്ലാം അറിയാതെ ചുമ്മാ തമാശയ്ക്ക് അല്ലെങ്കിൽ ആൾക്കാരെ കോപ്രായം കാണിക്കാൻ വേണ്ടിയാണ് കാണിച്ചതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് വേറൊരു വീഡിയോ വന്നത്. ഇതേണൊക്കെ ഉണ്ടെങ്കിൽ ജാസി ആശുപത്രി അഡ്മിറ്റായി കിടക്കുന്നുള്ള ഒരു വീഡിയോ വന്നിരുന്നത്. അത് കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ഇനി യഥാർത്ഥത്തിൽ ഇവൾ ഗർഭിണിയാണോ എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരുപാട് പേര് വിചാരിച്ച് ഇനി ഇതെന്തോ കാര്യം എന്നുള്ളതൊന്നും അറിയത്തില്ല. ആൾക്കാർക്കറിയാം ഇത് ചുമ്മാ നമ്പർ തന്നെ ആയിരിക്കുമെന്ന്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ആവാനും പറ്റത്തില്ലല്ലോ. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് പിന്നെ അടുത്തൊരു വീഡിയോയിൽ ഇത് കണക്ക് പറയുന്നുണ്ട്. ഒരുപാട് പേര് വിചാരിച്ചിരുന്നാൽ താൻ പെണ്ണായിട്ട് മാറത്തില്ലെന്നൊക്കെ വിചാരിച്ചതല്ലേ, ഇപ്പോൾ എങ്ങനെയുണ്ട് താൻ ഇത് കണക്ക് ഓപ്പറേഷൻ ചെയ്തു അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് വിചാരിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ജാസി ഉണ്ടെങ്കിൽ ഡൗൺ സർജറി ചെയ്തെന്നാണ് വിചാരിച്ചത്. ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇത് സത്യമായിരിക്കുമോ അല്ലയോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതേ കണക്ക് ജാസിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണക്ക് ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ യഥാർത്ഥത്തിലുണ്ടെങ്കിൽ ഇതേ കണക്ക് ചെയ്യുന്നൊന്നും ആരും വിചാരിച്ചില്ല. ഇതിനെ പറ്റിയുള്ള ഡൗട്ട് ഒരുപാട് പേർക്കുണ്ട്. അങ്ങനെ ഇരിക്കുന്നൊരു സിറ്റുവേഷനിലാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഒരാൾ ആശുപത്രി വിളിച്ച് ചോദിക്കുകയും ഇതേ കണക്ക് ജാസി എന്തോ ഓപ്പറേഷൻ ചെയ്തതെന്നൊന്നും ആ സമയത്ത് അതിനെപ്പറ്റിയ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രമാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഇതേ കണക്ക് അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇതേ കണക്ക് ഡൗൺ സർജറി എന്ന് പറഞ്ഞൊരു ഏർപ്പാട് അവിടെ ഇല്ല. കുറേ നാൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നും നടത്തുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. സോ ആ വീഡിയോ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഡൗൺ സർജറിയുടെ കാര്യമല്ല വേറെ എന്തോ ഓപ്പറേഷനാണെന്നുള്ളത് മനസ്സിലായായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലായി ഇതേ കണക്ക് ബ്രസ്റ്റ് സർജറി ആണെന്നുള്ള കാര്യം ഇതേ കണക്ക് ജാസി ചെയ്തിരിക്കുന്നത്. സോ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസമാണ് ഇതേ കണക്ക് എലനോസ് പാർത്ത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഒരു നല്ല വ്യൂസൊക്കെ ആ വീഡിയോയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ എല്ലാം ഒരു വീഡിയോ കൂടി ഇട്ടപ്പോഴാണ് നമുക്ക് നടന്ന വേറൊരു കാര്യം അറിയാൻ പറ്റിയത്. ഇതേണൊക്കെ ഉണ്ടെങ്കിൽ ജാസി വിളിച്ചിട്ട് തന്നെ ഉണ്ടെങ്കിൽ തുണി പൊക്കി കാണിച്ചു, തുണി ഊരി കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട തെറിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് നമ്മുടെ ജാസി വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇതേ കണക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതിനെപ്പറ്റി കളിയാക്കുകയും കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിലാണ് താനുണ്ടെങ്കിൽ ആ വീഡിയോ ഇതേ കണക്ക് വീഡിയോ കോൾ ആ പെൺകുട്ടിയെ വിളിക്കുകയും അതോടെ തന്നെ ഈ ഡ്രസ്സ് ഊരി കാണിക്കുകയും ചെയ്തതെന്നുള്ളത് സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഇത് എന്തോ ഒരു ട്രോഫി കിട്ടിയ പോലെയൊക്കെ അല്ലെങ്കിൽ എന്തോ വലിയൊരു കാര്യം ചെയ്താണൊക്കെയായിരുന്നു ജാസി അതിനകത്ത് പറയുന്നത്. ഇതിനെതിരെ ഒരുപാട് പേരുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഇനി സത്യം പറഞ്ഞാൽ ഇങ്ങനത്തുള്ള കാര്യത്തിനുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും കേസൊക്കെ കൊടുക്കണം. ഇതേ കണക്ക് ഒരാളുടെ അനുവാദം ഇല്ലാതെ അല്ലെങ്കിൽ ഇതേ കണക്ക് ആൾക്കാരെ വിളിച്ചിട്ട് തന്നെ ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ മോശമുള്ള കാര്യമാണ്. ഇപ്പോൾ വിശ്വസിപ്പിക്കാനുണ്ടെന്നും പറഞ്ഞ് ഇതേ കണക്ക് തോന്നിയ ദിവസമല്ല കാണിക്കേണ്ടത്. ഇപ്പോൾ ഒരാളെ വിളിക്കുക, വീഡിയോ കോൾ ചെയ്യുക, എന്നിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് തുറന്ന് കാണിച്ചിട്ട് ഇപ്പോൾ വിശ്വാസമായി ഇപ്പോൾ എങ്ങനെയുണ്ട് അങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനത്തുള്ള തോന്നിയ ദിവസം കാണിക്കുന്നതൊന്നും നടക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇതൊക്കെ ശിക്ഷ കിട്ടേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ ഇവർ എന്ത് ചെയ്താലും അല്ലെങ്കിൽ എന്തും കാണിക്കാമെന്നുള്ളൊരു രീതിയാണ് അവർക്ക്. ഇതേ കണക്കത്തുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരുപാട് കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കും. എന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ മറന്നിട്ട് പിന്നെ അവരുടെ പിറകെ പോകാൻ നിൽക്കുന്ന ഒരുപാട് കാണുന്നുണ്ട്. ഇതേ കണക്ക് വ്യൂസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഇതേ കണക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും കാണിക്കുക എന്തും ചെയ്യുക അതൊക്കെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ ക്ഷമിച്ച് വിടുമെന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതേ കണക്കത്തുള്ളൊരു സംഭവം കൂടിയാണ് ഇത്. പക്ഷേ ഇതിനുണ്ടെങ്കിൽ കുറച്ച് കൂടിപ്പോയി. അതിനുശേഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് വന്ന് ന്യായീകരിക്കാനാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടത്. ഇതിനകത്ത് മെയിനായിട്ട് ജാസി നോക്കിക്കഴിഞ്ഞാൽ ഇത് അത്ര വലിയ തെറ്റൊന്നുമില്ല. ഒരുപാട് പേര് ഇത് എനിക്ക് ഡൗട്ട് പറഞ്ഞപ്പോൾ താനുണ്ടെങ്കിൽ വിളിച്ച് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഇപ്പോഴെന്താ ഇങ്ങനെ മാറ്റി പറയുന്നതെന്ന് അറിയത്തില്ല. അത് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇത് കണക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യം കാണിച്ചെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ള കാര്യമാണ് ഇത് കണക്ക് ജാസി അതിനകത്ത് പറഞ്ഞത്.
സോ ഇതേപോലത്തുള്ള ആൾക്കാരെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ആർഷായിട്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ഒരു സൊസൈറ്റി എന്തിനാന്നൊക്കെ ഒരുപാട് പേര് ഇതേപോലത്തുള്ള ആൾക്കാർ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കുക, ഇതേ കണക്ക് എന്ത് കോപ്രായം കാണിക്കുക, അല്ലെങ്കിൽ എന്ത് വീഡിയോയുടെ ആൾക്കാരത് കാണണം, അല്ലെങ്കിൽ അതിനെ പറ്റി എന്തെങ്കിലും ചോദ്യം ചെയ്താൽ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പേര് പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ എന്ത് വീഡിയോയും ചെയ്യുക, എന്ത് കോപ്രായങ്ങളും കാണിക്കുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതിനെതിരെ എന്തെങ്കിലും ചോദ്യം ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലോ അതൊരു പ്രശ്നമായിട്ടുള്ള രീതിയിലാണ് ഭയങ്കരമായിട്ട് പോകുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ഇവിടെ എലനോ സ്പാർത്ത് ഇതേ കണക്കുണ്ട് ഈ ജാസി വിളിച്ച് കാണിച്ചതും അല്ലെങ്കിൽ ഇതേപോലത്തുള്ള കാര്യങ്ങൾ ചെയ്തതും വളരെ മോശമാണ്. ഇപ്പം അങ്ങനെ ഇത് മാത്രമല്ല, ആരോടും അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇവരുണ്ടെങ്കിൽ സ്ത്രീയാവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഇപ്പോൾ സ്ത്രീകൾ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് വിളിച്ചിട്ട് ചുമ്മാ കാണിക്കാൻ വേണ്ടി ഇതേപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി ഇവരുണ്ട് എത്ര നിലവാരം കുറഞ്ഞ സ്വഭാവമായി കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതിലൂടെ ഉണ്ടെങ്കിൽ ആശി അവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ആശിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആശി ഇതേ കണക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. ഇതേ കണക്ക് ആദ്യമേ ഇവരും ഇഷ്ടത്തിലായിരുന്നു, അതിൽ നിന്ന് പിരിഞ്ഞ് വേറൊരു പെങ്കൊച്ചി അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമായി. പിന്നെ ഉമ്മയുണ്ടെങ്കിൽ ഇത് കണക്കൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, തൻ്റെ മോനെ ഇപ്പോൾ കൂടെ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ജാസി ഇത് കണക്ക് വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പരിപാടി അതിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് വന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് ആശി പറയുന്നുണ്ട് അത് വിട്ടുകള പെൺകുട്ടിക്ക് അറിയാതെ ഇത് കണക്ക് വീഡിയോ ചെയ്തത്. അതോടെ തന്നെ ഇതിനെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞ് തെറിയൊക്കെ ഇത് കണക്ക് എലനോ സ്പാർത്ത് പറഞ്ഞപ്പോഴും ഇത് കണക്ക് ആശി പറയുന്നുണ്ട് ആ കുട്ടി ഉണ്ടെങ്കിൽ അറിയാതെ സംസാരിച്ചതായിരിക്കും എന്നൊക്കെ. എവനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബോധമില്ലെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഇപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ ആരും ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള വിവരം നമുക്കെങ്കിലും വേണം. ഇപ്പം നമ്മളെന്തെങ്കിലും ആരുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിക്കാൻ പോവുകയാണെങ്കിൽ അവരുടെ അടുത്ത് സംസാരിച്ച് മനസ്സിലാക്കും ഇതെനിക്ക് ചെയ്താൽ ശരിയാവത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ടതെന്ന്. അത് വിട്ടിട്ടുണ്ടെങ്കിൽ അവരും അതിനെ കൂട്ടി നിന്നിട്ട് എന്തും ചെയ്യുക അല്ലെങ്കിൽ എന്തും കാണിക്കുക എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. സോ ഈ വീഡിയോ എരൻ്റെ വീഡിയോ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ആദ്യമേ ഒരു വീഡിയോ അതിനെപ്പറ്റി ഇറക്കിയിട്ടുണ്ട്. അതിൽ പറഞ്ഞാണ് അത് അത്ര വലിയ കുഴപ്പമില്ല, കാര്യമില്ല, ചോദിച്ചതിന് ഒരു തെളിവ് കാണിച്ചു കൊടുത്തതാണ്, അങ്ങനെ വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു ആദ്യമേ ഉണ്ടെങ്കിൽ ജാസി പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പിന്നെ ഉണ്ടെങ്കിൽ ജാസിയൊക്കെ എടുത്ത് പിന്നെയും ട്രോളാൻ തുടങ്ങി. അവരെന്തോ ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഓവറായിട്ട് ട്രോൾ ചെയ്യപ്പോഴാണ് അതിൽ നിന്ന് ഒരു ന്യായീകരണം പോലെ ഇതിനകത്തുള്ളൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെ, നേരത്തെ പഴയ വീഡിയോ പറഞ്ഞ അതേ ന്യായീകരണം തന്നെയാണ് ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ പൊക്കിയൊന്നും കാണിച്ചിട്ടില്ല, ഇത് കണക്ക് ഞാൻ എൻ്റെ ബട്ടൺസ് അഴിച്ച് മാത്രമേ ഇത് കണക്ക് കാണിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ്. എന്നാലും ഉണ്ടെങ്കിൽ താൻ ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ അത് വലിയ തെറ്റാന്നുള്ളതൊന്നും സമ്മതിക്കുന്നില്ല. താൻ ചെയ്തത് ഇപ്പോഴും തെറ്റല്ല, അത് വലിയ കുഴപ്പമൊന്നുമില്ല, താനുണ്ടെങ്കിൽ തൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ഇത് കണക്ക് കാണിച്ചെന്ന് മാത്രമേ ഉള്ളെന്നാണ് പറയുക. ഇപ്പോൾ ഫ്രണ്ട് ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഇപ്പം പരിചയമില്ലാത്ത എങ്ങനത്തെ ഉള്ള ആളായിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ വിളിച്ച് കാണിക്കുന്നത് ഭയങ്കര ഒരു മോശമുള്ള കാര്യമാണ്. ഇപ്പം എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുടെ കൺസേൺ പോലും ഇല്ല, എന്നിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇത് കണക്ക് വിളിക്കുകയും എന്നിട്ട് തുറന്ന് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളെ ഒരാളെ കോൾ ചെയ്യുക അല്ലെങ്കിൽ ആരുടെ അടുത്ത് സംസാരിക്കുക എന്തും ആയിക്കോട്ടെ, അപ്പുറത്ത് നിൽക്കുന്ന ആൾ എവിടെയാണ്, ഇങ്ങനെ ഏത് സ്ഥലത്ത് നിൽക്കുകയാണ് അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കാനും പാടുള്ളൂ, അല്ലാതെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് എന്തും ചെയ്യുക അല്ലെങ്കിൽ എന്തും കാണിക്കുക എന്നുള്ള രീതിയിലല്ല. അതൊന്നും ഇത് കണക്കത്തുള്ള ജാസി അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇപ്പോൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, ആൾക്കാർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, താൻ ഇഷ്ടമുള്ളത് കാണിക്കും അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയും. എന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് പറയുകയും ചെയ്യും. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.